2000 വർഷങ്ങളായി മനുഷ്യർ ഭയത്തിൽ ജീവിക്കുന്ന ഒരു ലോകം. ആകാശത്തോളം ഉയർന്ന ഭീമൻ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ മനുഷ്യജീവിതം. മതിലുകൾക്ക് പുറമെ ടൈറ്റന്മാർ, മനുഷ്യരെ വേട്ടയാടുന്ന കരുണയില്ലാത്ത ഭീകരന്മാർ. ഈ ലോകത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഷിഗാൻഷിന ജില്ല, സമാധാനത്തിന്റെ ദിനങ്ങൾ. വാൾ മരിയയുടെ അതിരിലാണ് ഷിഗാൻഷിന ജില്ല. പുലർച്ചെ സൂര്യൻ ഉദിക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നതും വ്യാപാരികൾ കടകൾ തുറക്കുന്നതും സൈനികർ മതിലിനു മുകളിൽ കാവൽ നിൽക്കുന്നതും കാണാം. ആ ദിവസം മറ്റെന്തിനേയും പോലെ സാധാരണമാണ്. എന്നാൽ ആ സാധാരണത്വത്തിനുള്ളിൽ നാശത്തിന്റെ നിശബ്ദ മുന്നറിയിപ്പ് ഒളിച്ചിരിക്കുന്നു. ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരു ബാലൻ, എറൻ യാഗർ. അവന്റെ കണ്ണുകളിൽ അടങ്ങിയിരിക്കുന്നത് ഒരൊറ്റ സ്വപ്നം. ഈ മതിലുകൾക്കപ്പുറം എന്തുണ്ട്? സ്വാതന്ത്ര്യം എന്താണ്? എറൻ വിശ്വസിക്കുന്നു, മതിലുകൾ മനുഷ്യരെ രക്ഷിക്കുന്നില്ല, മറിച്ച് മനുഷ്യരെ തടവിലാക്കുകയാണ്. എറനും മിഗാസയും അർമിനും എറന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. മിഗാസ് അക്കാർമാൻ, അവന്റെ ദത്ത സഹോദരി. നിശബ്ദതയും ശക്തിയും ഒരുമിച്ച് ഉള്ള പെൺകുട്ടി. എറൻ അപകടത്തിലാകുമ്പോൾ ആദ്യം മുന്നിൽ എത്തുന്നവൾ. മറ്റൊരാൾ അർമിൻ ആർലേർട്ട്. ശാരീരികമായി ദുർബലൻ, പക്ഷേ ബുദ്ധിയിൽ ശക്തൻ. പുസ്തകങ്ങളിലൂടെ ലോകം കണ്ട സ്വപ്നകാരൻ. മൂവരും മതിലിന് സമീപം നിൽക്കുമ്പോൾ അർമിൻ പറയുന്നു, കടലുണ്ട്, മരുഭൂമിയുണ്ട്, തീ പൊള്ളുന്ന വെള്ളമുണ്ട്. എറന്റെ കണ്ണുകൾ തെളിയുന്നു. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. താൻ ഒരുനാൾ മതിലുകൾ തകർക്കും, സ്വാതന്ത്ര്യം നേടും. സൈന്യവും മനുഷ്യരുടെ ഭയം. ഈ ലോകത്ത് 3 സൈനിക വിഭാഗങ്ങൾ. ഗാരിസൺ, മതിലുകൾ കാക്കുന്നവർ. മിലിറ്ററി പോലീസ്, അകത്തെ സുരക്ഷ. സ്കോട്ട് റെജിമെന്റ്, മതിലുകൾക്കപ്പുറം പോകുന്ന ധൈര്യശാലികൾ. പക്ഷേ സാധാരണ മനുഷ്യർ സ്കോട്ട് റെജിമെന്റിനെ നോക്കുന്നത് പരിഹാസത്തോടെ. അവർ മടങ്ങിവരില്ല. അവർ മരിക്കാനാണ് പോകുന്നത്. എറന്റെ ഹൃദയത്തിൽ ഇത് തീപടരുന്നു. മരിച്ചാലും സ്വാതന്ത്ര്യം വേണം. അതാണ് അവന്റെ വിശ്വാസം. ആകാശം പിളർന്ന നിമിഷം. അന്നത്തെ ഉച്ച കഴിഞ്ഞപ്പോൾ കാറ്റ് പെട്ടെന്ന് മാറുന്നു. ആകാശം ഇരുണ്ടുപോകുന്നു. ഒരു നിമിഷം ഭൂമി തന്നെ വിറയ്ക്കുന്നു. ഷിഗാൻഷിന മതിലിന്റെ മുകളിലൂടെ അസാധാരണമായ ഒരു നിഴൽ. അടുത്ത നിമിഷം കൊലോസൽ ടൈറ്റൻ. മനുഷ്യൻ ചിന്തിക്കാനാകുന്നതിലും വലിയത്. ചർമ്മമില്ലാത്ത ശരീരം, പുകയുന്ന മാംസം, ചുവന്ന പേശികൾ. മതിലിനെ മറികടന്ന് അതിന്റെ മുഖം ഉയരുന്നു. നിശബ്ദത. പിന്നെ വിനാശം. മതിൽ തകരുന്നു. കൊലോസൽ ടൈറ്റൻ ഒരൊറ്റയ്ക്ക്. വാൾ മരിയ തകർന്നു. പാറയും ഇരുമ്പും മനുഷ്യരും വായുവിലേക്ക് പറക്കുന്നു. വീടുകൾ തകരുന്നു. ആളുകൾ നിലവിളിക്കുന്നു. എറൻ നിശ്ചലനായി നിൽക്കുന്നു. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. മതിലുകൾ ശാശ്വതമല്ലായിരുന്നു. അതിനൊപ്പം മറ്റൊരു ദുരന്തം. ആർമേഡ് ടൈറ്റന്റെ ആക്രമണം. ഷിഗാൻഷിന ജില്ലയിലെ ഗേറ്റിലൂടെ ആർമേഡ് ടൈറ്റൻ ഇരുമ്പുപോലുള്ള ശരീരത്തോടെ പാഞ്ഞുകയറുന്നു. ഗേറ്റ് തകർന്ന് വീഴുന്നു. ഇപ്പോൾ ടൈറ്റന്മാർക്ക് നഗരത്തിലേക്ക് വഴിയുണ്ട്. മനുഷ്യരുടെ സുരക്ഷയുടെ അവസാന പ്രതിരോധം. പൊടിയായി. നഗരം ഒരു നരകമായി മാറുന്നു. ടൈറ്റന്മാർ വീടുകൾക്കിടയിലൂടെ നടക്കുന്നു. ചിലർ ചിരിക്കുന്നു, ചിലർ കരയുന്നു. എല്ലാവരും കൊല്ലുന്നു. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു നിമിഷം അവൾ ടൈറ്റന്റെ കൈയിൽ അപ്രത്യക്ഷമാകുന്നു. രക്തം, നിലവിളി, ഭയം. ഇതാണ് മനുഷ്യരുടെ യഥാർത്ഥ ലോകം. എറന്റെ വീട്ടിലേക്ക് എറനും മിഗാസയും അർമിനും അവസ്ഥ മനസ്സിലാക്കി ഓടുന്നു. എറന്റെ വീട്. പക്ഷേ അവിടെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തം. വീട് തകർന്നു കിടക്കുന്നു. അതിനടിയിൽ എറന്റെ അമ്മ കാർല യാഗർ. അവളുടെ കാലുകൾ കുടുങ്ങിയിരിക്കുന്നു. ഓടിപ്പോകാൻ കഴിയില്ല. അമ്മയുടെ അവസാന നിമിഷങ്ങൾ. മിഗാസ ശ്രമിക്കുന്നു. എറൻ ശ്രമിക്കുന്നു. പക്ഷേ പാറ നീങ്ങുന്നില്ല. അപ്പോൾ ഒരു ടൈറ്റന്റെ നിഴൽ. കാർല പുഞ്ചിരിച്ചു പറയുന്നു, ഓടിപ്പോകൂവേ, ജീവിക്കൂവേ. എറൻ കരയുന്നു. അവൻ നിലവിളിക്കുന്നു. പക്ഷേ ചെയ്യാൻ ഒന്നുമില്ല.
ഒരു നിമിഷം ടൈറ്റൻ കാർലയെ എടുത്തുകൊണ്ടുപോകുന്നു. എറന്റെ കണ്ണുകൾക്ക് മുന്നിൽ അമ്മ മരിക്കുന്നു. പ്രതികാരം, ഒരു സത്യം ജനിക്കുന്നു. മികാസ എറനെ ബലമായി വലിച്ചുകൊണ്ടുപോകുന്നു. അർമിൻ പിന്തുടരുന്നു. പിന്നിൽ കത്തുന്ന നഗരം, മുന്നിൽ അറിയാത്ത ഭാവി. എറൻ കരയുന്നില്ല, അവൻ വിരയ്ക്കുന്നില്ല. അവൻ ഒരു വാക്ക് മാത്രം പറയുന്നു: ഞാൻ അവരെ എല്ലാം കൊല്ലും, ഈ ലോകത്തിലെ ഓരോ ടൈറ്റനെയും. ഇത് ഒരു കുട്ടിയുടെ ശപഥമല്ല, ഇത് ഒരു യുദ്ധത്തിന്റെ തുടക്കമാണ്. എപ്പിസോഡ് അവസാനിക്കുന്നു. ഷികാൻ ഷിന വീണു, വാൾ മരിയ വീണു, മനുഷ്യരുടെ സുരക്ഷയുടെ മിഥ്യം തകർന്നു. പക്ഷേ ഈ നാശത്തിന്റെ നടുവിൽ ഒരു തീ പിറന്നു. എറൻ യാഗറിന്റെ തീ. 2000 വർഷങ്ങൾക്ക് ശേഷം ഈ കഥ ലോകത്തെ തന്നെ മാറ്റാൻ പോകുകയാണ്. നാരേറ്റർ ടോൺ താഴ്ത്തി. ഇത് ഒരു ആനിമെ മാത്രമല്ല, ഇത് സ്വാതന്ത്ര്യത്തിനുള്ള യുദ്ധത്തിന്റെ ആദ്യ അധ്യായമാണ്.